എല്ലാവർക്കും ധ്യാന വ്ലോഗിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പോൾ വൺസ് അഗെയിൻ നമ്മൾ ഒന്നുകൂടി ടൗണിലേക്ക് പോകണം. അപ്പോൾ എന്നും ഒന്ന് നമുക്ക് ടൗണിൽ പോക്ക് തന്നെയാണോ നിങ്ങൾ ഓർക്കൂലേ ഗായ്സ്? യെസ്, ചെറുതായിട്ട്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഒരു സർപ്രൈസ് ഉണ്ട്, അതിനാണ് നമ്മളിന്ന് വ്ലോഗ് എടുത്തത് കേട്ടോ. അപ്പോൾ സർപ്രൈസ് നമുക്ക് ലാസ്റ്റ് കാണാം. അപ്പോൾ നമ്മുടെ ഓട്ടോ വന്നിട്ടുണ്ട് ഗായ്സ്, ലെറ്റ്സ് ഗോ ഫാസ്റ്റ്. അപ്പോൾ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ. മടിയൻ പങ്കൻ മടിയൻ കൊട പിടിക്കേ. അതാ കൊട ഇപ്പം വരുന്നു. എനിക്കോ മടിയൻ മടിയൻ ഫോണില്ലേ? ഹലോ. ഓ കാഴ്ച ആദ്യം എടുത്തിട്ട് ലക്ഷ്യം കേട്ടോ. ഭയങ്കര ചൂട്, ഭയങ്കര ചൂട്, ഭയങ്കര ചൂട് ഗായ്സ്. അപ്പം നമ്മുടെ പോസ്റ്റ് കോളേരി അമ്പലത്തിലുണ്ട്, കല്യാണം തോന്നുന്നുണ്ടോ ഗായ്സ് അമ്പലത്തിൽ. അപ്പോൾ നമ്മുടെ കോളേരി അമ്പലം ഗായ്സ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് തോന്നുന്നു ഗായ്സ് കല്യാണം നടക്കുന്നുണ്ടോ. ഹലോ പ്ലേസ്, സോറി പ്ലേസ് അമ്മേ ഗായ്സ്. അപ്പം നമ്മുടേത് കോളേരി ടൗൺ ആണ് ഈ കാണുന്നത് കേട്ടോ. ആ തോന്നുന്നു പോസ്റ്റ് ഉണ്ടോ? ആ പോസ്റ്റ് എന്താ നിന്റെ കണ്ടോ? പോടാ ഗായ്സ്. ഇപ്പോൾ നമ്മൾ ഓണത്തെ വെയ്യ പോയിക്കൊണ്ടിരിക്കുക. അമ്പലത്തിൻ്റെ തെക്കേ ഗോപുര നടയാണെന്ന് തോന്നുന്നു അല്ലേ? അതെ. ഇതിൽ നമുക്ക് ഇവിടുന്ന് അടിപൊളിയാണ്. കേണിച്ചിലൊക്കെ നല്ല വിട്ടടിച്ചു പോകാന്നറിയില്ല, അതേപോലെ നല്ല രസത്തിൽ പോകാം. കാരണം നല്ല റോഡ് നല്ല സ്മൂത്താണ്, അതുകൊണ്ടാണ്. പക്ഷേ ഹെയർ സ്റ്റൈല് കൊള്ളാക്കും, അതാണൊരു പ്രശ്നം എന്ന് പറയുന്നത് അല്ലേ മങ്ക? വളരെ സ്മൂത്തായിട്ട് പോകാം കേട്ടോ. അല്ലേ മങ്ക? സ്മൂത്ത് പങ്കന ആക്സിഡന്റ് പറ്റിയ സ്ഥലമാണ് ഗൈസ് ഈ കാണുന്ന സ്ഥലം എന്ന് പറയുക. ഇതാണ് കറക്റ്റ് പോർഷൻ. അതന്നെ ഇപ്പോഴാണ്, കാരണം ഇവിടെ സ്കൂളുണ്ട്, അതുകൊണ്ട് തന്നെ ഇവിടെ ഓൾറെഡി ഒരു ആക്സിഡന്റ് ഏരിയ ആണ്. എപ്പോഴും അവിടെ ആക്സിഡന്റ് സംഭവിക്കും. ഞാൻ പറന്ന് കളിച്ചതല്ലേ കൂടി കാലാ ഉണ്ടായിരുന്നു അവിടെ. നല്ല നൈസ്, നല്ല സുഖമായിട്ട്, നല്ല അടിപൊളിയായിട്ട്, നല്ല അടിപൊളി സൂപ്പറായിട്ട് നമ്മൾ ഏതാ കണ്ടില്ല. അപ്പം നമ്മൾ നമ്മുടെ കേണിച്ചിറ ടൗണ് കുറച്ച് സമയത്തിന് എത്തി. ഇപ്പം തന്നെ എത്തും, ഞങ്ങൾ പറക്കും. അടിയിൽ എന്തെങ്കിലും കാണും. ചിലരൊക്കെ സ്വപ്നം കണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കേണിച്ചിറ ടൗൺ എടുത്ത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ല മുമ്പിൽ നല്ലൊരു വവ്വാൽ ഷോ കാണാൻ പറ്റുന്നുണ്ട്. ഷോ ഒരു പക്ഷെ കാണുന്നില്ലടാ, ഭയങ്കര ബ്രൈറ്റ്നസ്. ഓ ഷർട്ടൊക്കെ പറത്തിയാണ് വയസ്സ് തോന്നുന്നത്. അത് തന്നെ നല്ല പാട്ടിന് കൊടുക്കാൻ തോന്നുന്നില്ല. നല്ല സീനായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെ അത് നന്നായി ചേർന്നിട്ടോ സത്യമായിട്ട്. അയ്യോ ഇപ്പം ചേരുന്നില്ല ഗൈസ്, വണ്ടി സൈഡാക്കി. പുതിയ ബ്രാഞ്ച് അവിടെ വന്നത് ചെവിയില്ലേ കൊട്ടനാ? ആ കൊട്ടനാ ഇവര് പോടാ. അവിടെ ATM ഉണ്ടാവും. അത് തന്നെ ഇവിടെ സുൽത്താൻബത്തേരി മാത്രമാണ് എസ് ബി ഐൻ്റെ ബ്രാഞ്ച് ഉണ്ടായിരുന്നുള്ളത്, കേണിച്ചിൽ ഉണ്ടായിരുന്നില്ല. ഇവിടെ നിർത്താനാ ചേട്ടാ ഒന്നും നിർത്തണം. ചേച്ചിൻ്റെ അടുത്ത് തുറന്നിട്ടുണ്ടോ? അത് ചേച്ചിൻ്റെ അടുത്ത് തുറന്നിട്ടുണ്ട് ഉണ്ടല്ലോ. ആ ഉണ്ട് തുറന്നിട്ടുണ്ട്. നമുക്ക് ഓടിപ്പോയിട്ട് വരാം. നമുക്ക് ചെറിയൊരു കാര്യമുണ്ട് ഗൈസ്, അപ്പം നമുക്ക് ഓടിപ്പോയി വരാം. ഗായ്സ് അപ്പോൾ നമ്മൾ ശ്രേയസിലേക്ക് വന്നതാണ്. മമ്മ ഇവിടെ ഒരു സ്കീമിൽ ചേർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സ്കീമാണ്. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിഡ്രോ ചെയ്യാം കേട്ടോ. അപ്പോൾ മമ്മ വിഡ്രോ ചെയ്യാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ മെഷർമെൻറ്റ് എടുത്താണ് നമ്മൾ മോസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. വാവാറ്റ ഭയങ്കരക്ക് ഇത് ഓട്ടോയിൽ അവിടെ ഇരുന്ന് നമ്മളെ നോക്കണമെന്നാണ് കഴിച്ചത്. നിങ്ങൾ കാണുന്നുണ്ടോ? അതേ ആ കിടക്കുന്ന ഓട്ടോ അവരുടെയാണ് കേട്ടോ. നമ്മളെ വെയിറ്റിംഗ് ആണ്. എനിക്കാണെങ്കിൽ ആകെ എടുത്തിട്ട് രക്ഷയില്ല. നല്ല മഴ ഉണ്ടാവുന്ന കാഴ്ച. ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് നല്ലൊരു മഴക്കുള്ളൊരു ചാൻസ് കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ മഴ പെയ്തില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് തൂളിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ കണ്ടോ നമ്മളിപ്പം അപ്സ്റ്റെയറിലാണ് കാഴ്ച ഉള്ളത്. ഒരു KSRTC ബസ്സൊക്കെ വരുന്നുണ്ട്. വാവ് കണ്ടോ, നമ്മുടെ ബത്തേരി മാനന്തവാടി ബസ്സാണ്. ഈ ബസ്സിന് നേരെ നമ്മുടെ മാനന്തവാടിയിലേക്കാണ് പോവുക. കണ്ടോ നമ്മുടെ കേണിച്ചിറ ടൗണിൻ്റെ ഏകദേശം ഒരു ചെറിയ വ്യൂ ആണ്. അവരോട് വെയിറ്റല്ലേ, വെയിറ്റിങ്ങിനല്ലേ. സ്കൂളിലേക്ക് പോകാൻ പറയണോ? എന്നാൽ
ഗായ്സ് പൈങ്കിളിൻ്റെ ബസ് വരുന്നുണ്ടേ. നമ്മുടെ മാർക്കറ്റ് ആ കാണുന്നതാണ് നമ്മുടെ മാർക്കറ്റ്. നമ്മൾ അന്ന് പോയില്ലേ, ആ മാർക്കറ്റാണ് ഗായ്സ് അത്. വെയിറ്റ് ചെയ്യാം ഗായ്സേ. ആകെ അവസ്ഥ, ബുക്ക് കാണുന്നില്ല. ഒരു 100 ബുക്കുണ്ട്, നമുക്കാണെങ്കിൽ തിരക്കുണ്ട്, അതുകൊണ്ട് ബുക്ക് തപ്പി പിടിച്ചില്ല. നമ്മൾ അന്ന് നിന്നപ്പോൾ മഴ പെയ്ത സ്ഥലമാണ് ഗായ്സ് ഇത്. പാട്ടൊക്കെ പാടി തുറക്കുന്നില്ലേ, എന്ത് പറയാനല്ലേ. അവർ നമ്മളെ വെയിറ്റ് ചെയ്തിരുന്ന അവർ മടുത്തു എന്നാതാവോ തോന്നുന്നു കേട്ടോ. അതെ, ക്ലോസ് ചെയ്യാം. കൊള്ളാവല്ലോടി വെണ്ണേന്ന് പറഞ്ഞാൽ ചേട്ടൻ പോകുന്നത്. ഗായ്സ് നമ്മുടെ കണ്ടത് ഇവിടെ ഉണ്ട്. ബുക്ക് അവസ്ഥയായിരുന്നു എന്നിട്ടോ, അയ്യോ അവസ്ഥയല്ലേ ഗായ്സ്. അപ്പം നമ്മളിനി നമ്മുടെ എന്താ പറയുക തേങ്ങ ആട്ടിക്കാനാണ് പോകുന്നത് അല്ലേ. നമ്മുടെ തേങ്ങ നമ്മൾ അന്ന് കൊണ്ടുവന്നിട്ട് ആകെ അവസ്ഥയായിരുന്നു. ഇവിടെ കേട്ടാ നമ്മൾ മില്ലിലേക്ക് പോകാൻ കേട്ടോ. ഇപ്പം ഇവിടെ ഇതൊരു മില്ലുണ്ട്, നമ്മളെപ്പോഴും പോകണം. മുല്ലാണോ നമ്മളപ്പോ ഓഫ് റോഡാണ് നമ്മുടെ മുല്ലുംചിറ. നമ്മുടെ മില്ല് ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ കാണാനില്ലല്ലോ, അത് കാണുന്നില്ല. ആ മില്ലത്തിലോ. യെസ്, അപ്പൊ നമ്മുടെ ചേട്ടനൊക്കെ ഉണ്ട് അവിടെ. നമ്മളിനി ഇവിടെ ഇറങ്ങുന്നുണ്ട്. സർവേ പിണ്ണാക്കുന്നില്ല, പിണ്ണാക്കില്ല ഗൈസ്. നമ്മൾ അന്ന് നമുക്ക് പിണ്ണാക്കൊക്കെ ഇവിടെ നിന്ന് തന്നിട്ടുണ്ടാകും. ഇതാണ് ഗൈസ് നമ്മുടെ ബോസ് മില്ല് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഷോർട്സൊക്കെ ആയിരുന്നു മില്ലിനെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസേ. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ നമ്മൾ വലിച്ചവർ എടുക്കുന്നുണ്ട് കേട്ടോ. എടുത്തിട്ടുണ്ട്, പോവാ ലെറ്റ്സ് ഗോ. തേങ്ങ അടിക്കാൻ വേറെ ആൾക്കാരുണ്ട്, നമ്മുടെ അടുത്താണ് 2 തേങ്ങയാണ് കാഴ്ചാനുള്ളൂ. ആകെ അവസ്ഥ പറയുന്നുണ്ട്. അപ്പം അമ്മ ശശി തേങ്ങവാരമില്ല. അതുകൊണ്ട് സാറ് തേങ്ങ കൊടുക്കാത്ത സമയത്താണ് നമ്മൾ തേങ്ങ കൊണ്ട് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ തേങ്ങ കുറച്ചുള്ളതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ആട്ടാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പം കുറേ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇനിയിപ്പോൾ ആരെങ്കിലും തേങ്ങ ആട്ടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കൂട്ടത്തിൽ നമ്മുടെയും കൂടി കിലോ കണക്കിന് ആട്ടിയിട്ട് നമുക്ക് ആ എണ്ണ തരും. നിങ്ങൾക്കറിയാലോ. പിന്നെ നമ്മൾ പിണ്ണാക്ക് കൊടുത്തു കഴിഞ്ഞാൽ എണ്ണയ്ക്ക് ക്യാഷ് കൊടുക്കണ്ട. അല്ലെങ്കിൽ പിണ്ണാക്ക് നമുക്ക് വേണമെങ്കിൽ നമ്മൾ എണ്ണയ്ക്ക് ക്യാഷ് കൊടുക്കണം. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്ന ഒരു പ്ലാനില്ല. കാരണം കണ്ടില്ലേ, നമുക്ക് ഇനിയിപ്പോൾ അത് ആട്ടാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. അവസ്ഥയാവൂലേ. ഷോ അതുകൊണ്ട് ഗൈസ് ഇതിനകത്താണ് നമ്മൾ നെല്ല് കൂത്തുന്നത് കേട്ടോ. നമ്മളിതൊക്കെ ഒന്ന് വന്നപ്പോൾ ഷോർട്സ് എടുത്തായിരുന്നു, പക്ഷേ വ്ളോഗ് എടുത്തിട്ടില്ല. ഇവിടെ മുളക് പൊടി പൊടിക്കുന്ന സ്ഥലം, കാപ്പി പൊടിക്കുന്ന സ്ഥലം, എല്ലാ ടൈപ്പ് മെഷീൻസും ഇവിടെ ഉണ്ട് ഗൈസ്. ഇവിടെ അടിപൊളിയായിട്ടുള്ള വയനാടൻ കാപ്പി, നമ്മുടെ കാപ്പിക്കൂരൊക്കെ നമ്മളിവിടെയാണ് കൊണ്ട് കൊടുക്കുന്നതും പൊടിപ്പിക്കുന്നതൊക്കെ കേട്ടോ മോസ്റ്റായിട്ട്. അതെ, ഞങ്ങൾക്ക് അവസ്ഥയായിട്ടുണ്ട്. ഇത് ഇന്നും പിടിച്ച് കുടിച്ചാത്തനെ പോലെ നടക്കണം അല്ലേ. ചുമന്നോട് ഇതൊരു വള്ളി തന്നെയാണ്. ഇതെടുത്ത പറമ്പിലേക്ക് എറിയേ. ഇത് ജ്യൂസ് അടിച്ചെടുത്തായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇത് എങ്ങോട്ടേക്കാ പോകുന്നേ? മുകളിലത്തെ മില്ലോ വാവാറ്റിയുടെ നാട് തേങ്ങ ഉപയോഗിച്ചിട്ട്. അയ്യോ, ഞങ്ങൾ ശശിമാന്മാരായിട്ട് എന്താ ഇത്? എന്തൊരു വള്ളിത്തേങ്ങ പറ്റിയത്? തേങ്ങയാണോ? അവരോട് ചോദിക്കുന്നത് മില്ല് തന്നെയാണോ അവര്? എന്തിനകത്ത് തുറന്നു വെച്ചേക്കുന്നത്? തേങ്ങയും കൊറേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വരുന്ന സാധനങ്ങൾ അടുത്തരണം. എന്തൊരു മില്ല് തന്നാൽ നമുക്ക് തുറന്നു വെക്കാം. അതായത് എത്ര കിലോ ഉണ്ട്? ഇനിയിപ്പോ നമ്മള് 10 കിലോ തേങ്ങ കൊണ്ടുവരണം. ഓ, എന്റെ ലേസ് അഴിഞ്ഞു. സത്യം, ഇങ്ങനെ ഞങ്ങളെ കഷ്ടപ്പെടുത്താനാണ് പണ്ടാരൻ ടൗൺ എപ്പോഴും കഷ്ടപ്പെടുത്തുന്നത് അല്ലേ. പക്ഷേ വെയില് വന്നു. ഇനിയിപ്പോ അതിന്റെ കൂടെ കുറവുള്ളൂ. ഇതെന്താ സാധനം? കച്ചറയാണോ മേ? ഇല്ലല്ല, എനിക്ക് ഈ വീട് ഇഷ്ടമായി. ഏകദേശം നമ്മുടെ ഒരു വൈബുണ്ട്. അയ്യോ, ഐ ഫോർഗോട്ട്. പ്ലീസ് തുറക്കരുത്. ദിസ് അംബ്രല്ല ഇസ് നോട്ട് ഗെറ്റിംഗ് ഓപ്പൺ. ക്യാൻ യു പ്ലീസ് പ്രസ് ഹിയർ? അമ്മ എന്നാ വെയിലല്ലേ ഇതേ അമ്മ നോക്കി പോയത്. അത് തന്നെ. അപ്പൊ ഞാനും അമ്മയും നടന്നു പോവാണ്. മാമ്പഴം ഇന്നാളത്തെ എന്ത് ഇതറിയാതെ നമ്മൾ അത് അറിഞ്ഞോണ്ടാക്കി. പിന്നെ എന്ത് പോടാന്ന്. അമ്മേ അവസ്ഥയായി ഗൈസേ. ഇവിടെ അവസ്ഥയായില്ലേന്ന് എന്താ പറയുന്നത് നല്ല ഉദ്ദേശമുണ്ടോ? ഈ മുല്ല ഒരു കഷ്ണം പറിക്കടാ. ഇതാണ് നമ്മുടെ കാട്ടുമുല്ലേൻ്റെ പൂവാണ് ഗായ്സ് ഇവിടെ നിൽക്കുന്നത്. പൂവില്ല കേട്ടോ എൻ്റെ ഗായ്സ്. എന്ത് മോസ്റ്റാന്നറിയോ? നമുക്കൊരു കഷ്ണം എന്തായാലും പറിച്ചു പറ്റുള്ളൂ കേട്ടോ. ബാലസ്കോ
ഇന്ത്യൻ അവിടെ ഒരു ഇതിയുടെ പങ്ക് അവിടെ 2 തൈ നിൽപ്പുണ്ട്. കയ്യുണ്ട് ഇതിനൊരു മണം. ആ പക്ഷെ പൂണ് നല്ല വേണം ചെടിക്ക്. എടാ കൊച്ചു അവിടെ നിന്ന് ചവിട്ടുമ്പോൾ ശ്രദ്ധിക്കണേ, അവിടെ കുഴിയൊക്കെ ഉണ്ടാവേ. എടാ തൈ വേണേ. പിന്നെ കമ്പ് നടാൻ പറ്റില്ല മമ്മേന്റെ. അറിയത്തില്ല. അതാ ഇതെന്താ പറിക്കുന്നേ? അതാ അതിന്റെ തന്നെയാ. എടാ നീ വിക്രസൻ നീ പോടാ ശരിക്കും വേടാ ഉള്ള കാര്യമാടാ. ഒന്ന് വായടാ. ഇതെന്താ ചെറുത് പറിക്കിട്ടോ. അതെ അതിന്റെ ഇടക്കൊക്കെ നിൽപ്പുണ്ട്. ഇത് ചെമ്പരത്തിയല്ലേ ഇത്? അല്ല സെയിം അല്ല ഇതിന്റെ അതേ ഇലയില് നോക്കി. അതേ ഇലയാ. എടാ ദേ അവിടെ 2 തൈ നിൽക്കുന്നു. നിന്റെ മുമ്പിൽ അതിന്റെ തൊട്ട് മുമ്പിൽ കൊച്ചേ പൊട്ടക്കണ്ണാ. ആന്ന് അതയ്യല്ലേ? ഭാഗ്യത്തിന് കിട്ടിയതാണല്ലോ ഇത്. വാ ഇത് കൈ പിടിച്ച കിടക്കാല്ലേ. അപ്പൊ മമ്മ എന്നാ കേറാ അതിന്റെ ബാക്കില്. ഇല്ല കേസ് നമ്മളെ കണ്ട് മറന്നുപോയി. അയ്യോ അവസ്ഥ. ഇപ്പൊ എന്നെ ആരും തേങ്ങ അടിക്കാത്ത എല്ലാവർക്കും വെളിച്ചെണ്ണ വേണ്ടേ? ഓ നമുക്ക് എല്ലാം പിന്നെ വെച്ചിട്ടാണല്ലോ അല്ലേ? കേണച്ചെറുയുടെ വാൽഭാഗത്ത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ അല്ലേ അമ്മേ? പക്ഷെ മാനന്തവാടിയിൽ നിന്ന് വരുന്നവർക്ക് തുടക്കമായിരിക്കും. പക്ഷെ നമുക്ക് കേണച്ചെറുയുടെ വാൽഭാഗമാണ്. കാരണം നമ്മൾ ബത്തേരി ഭാഗത്തു നിന്നല്ലേ വരുന്നത് അല്ലേ മമ്മേ? അതേ കണ്ടാനെ കുത്തി ധാരാളത്തിന് നിറച്ച് കുത്തു കേട്ടോ. അതിൻ്റെ ഒരു കാടാണ് വേസ് കാണുന്നത്. ഇവിടെ ഒരു കസ്കസ് മരം നിൽപ്പുണ്ട്. പിന്നെ എന്താ അവിടെ ഒരു മില്ലുണ്ട്. നമ്മളിപ്പോൾ ആ മില്ലിലേക്കാണ് കൈസ് പോയിക്കൊണ്ടിരിക്കുന്നതല്ലേ. ഈ കുട്ടിച്ചാത്തനെ കൊണ്ട് കുറേ നാളായി മനുഷ്യൻ്റെ കയ്യിലിരിക്കാൻ തുടങ്ങിയിട്ട്. എന്ത് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല. എന്നാ വരണ്ട കുടയിൽ. ആ എന്നാ പോ അല്ലേ? എന്തൊരു കഷ്ടമാ. പിന്നെ നിന്റെ കുടക്കടിക്കാൻ കുട അയ്യട്ടാ. ചേട്ടൻ നല്ല ചെറിഞ്ഞിരിപ്പുണ്ട് വയസ്സ്. നമുക്ക് നോക്കി വെക്കാം. ഉണ്ടോ ഇവിടെ ആട്ടിയ വെളിച്ചെണ്ണയാണ് വയസ്സ് ഇവിടെ മുകളിലിരിക്കുന്നത്. തേങ്ങ ആട്ടുമെന്ന് അറിയത്തില്ല കേട്ടോ. നോക്കാവേ തേങ്ങ ലുക്ക് കണ്ടിട്ട് പറയുന്ന ആട്ടില്ല. അയ്യോ ഗൈസ് കണ്ടോ? അയ്യോ എന്തൊരു ഇതല്ലേ ബ്രൈറ്റ്നെസ് അല്ലേ ഗൈസ്? ഭയങ്കര മോസ്റ്റ് വെയിലാണ് കേട്ടോ. ഇതേ ബസ് ചീറിപ്പാഞ്ഞൊക്കെ പോകുന്നുണ്ട്. ഇതേ നമ്മുടെ വാവാറ്റ മേനോട് കസ്കസ് മരത്തിൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. നോക്കട്ടെ എണ്ണ കിട്ടുമെന്ന് അറിയില്ല ചോദിച്ചു. കിട്ടുമേ? 3 കിലോയേ ഉള്ളൂ. അപ്പൊ ഇതിന് എണ്ണ തരട്ടേന്ന്. അതാ എണ്ണ വാങ്ങിയാലോ? ഇത് കുറച്ചായിട്ട് ആട്ടാൻ പറ്റില്ല. അതിന് പകരം എണ്ണ തരട്ടേന്ന് ചോദിച്ചു. അടിപൊളി. അങ്ങനെയെങ്കിലും പറഞ്ഞല്ലോ. താങ്ക് യു. അതാ മില്ല് ഓണാക്കി. മില്ലല്ല മെഷീൻ ഓണാക്കി. അവിടെ എന്തോ ഗായ്സ് ആട്ടുന്നുണ്ട്. അല്ല എണ്ണയാണോ എന്താ നമുക്കറിയത്തില്ല. ഗായ്സ് എൻ്റെ ക്യാമറ ബ്ലറായി. ഗായ്സ് ഇത് കണ്ടോ നല്ല പ്യുവർ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ കുടിക്കണോ തിന്നണോ അതോ ചവയ്ക്കണോ? തിന്ന് ചവച്ച് കുടിക്കണം അല്ലേ? കുടിക്കരുത്. വെളിച്ചെണ്ണ അപ്പം ഉണ്ടാക്കണം. ഇനിയുണ്ടല്ലോ വീട്ടിൽ മില്ലുണ്ടാക്കാൻ പോയി. എടാ പോടാ. കണക്കിന് നമ്മൾ ആശാരിയാവും മൂശാരിയാവും എല്ലാം ശരിയാവും. മില്ല് പച്ചക്കറിക്കട ബാക്കി തോണ്ടി അതോ പതുക്കെ പറ വെച്ചേ. എടാ അടുത്ത ആരും ഒന്നല്ല അങ്ങനെ നമ്മളെ കണ്ട ഞാൻ ഒന്ന് മാറ്റി നിർത്തുന്നതാണത്. നീ എന്റെ അടുത്ത് വരുമ്പോ ഇങ്ങനെ തട്ടില്ലേ? എല്ലാം സഹിക്കും. എന്റെ ബാക്കിൽ എന്താ ആദ്യം തോട് വെച്ചപ്പോ സഹിക്കോ ഇല്ലേ നമുക്ക് നോക്കാം. പരസ്യമായി പിടിക്കുന്നു. അടി കിട്ടും. അതാ ചേട്ടൻ എണ്ണ എടുക്കുന്നുണ്ടോ ഗൈസ്? ഓ വാവ്. എണ്ണ മുക്കിയാണ് എടുക്കുന്നത്. കുപ്പിയിലത്തെ അല്ല കേട്ടോ. എന്നാ ചേട്ടൻ 3 കുപ്പി എണ്ണ ഇങ്ങ് തന്നാ പോരെ. അത് എത്ര ലിറ്റർ ഉണ്ടോ ദൈവത്തിന് അറിയാം ഗൈസ്. 3 ലിറ്റർ ഉണ്ടോ നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കണം. ഇവിടെ വാവാറ്റം അങ്ങനെ ഡയലോഗ് കൂടിയാണ്. അടുപ്പ് പറഞ്ഞു വേടാ. അടപ്പ് പറഞ്ഞു അടപ്പോ. നമ്മുടെ എണ്ണ അങ്ങനെ നമ്മളിത് വാങ്ങിയിട്ടുണ്ട്. അത് സേഫായിട്ട് സെലോട്ടേക്കും കൊണ്ടൊക്കെ ഒട്ടിച്ചേരുന്നുണ്ട് കേട്ടോ ചേട്ടൻ. അടിപൊളി. അപ്പം നമ്മുടെ തേങ്ങ ആട്ടിയ എണ്ണ വേറെ വർക്ക് ചെയ്തേ ഓരോ സമയത്തിലും നമ്മുടെ തേങ്ങ ആട്ടിയ എണ്ണ ഇല്ലേ അമ്മേ വേറെ ആരെങ്കിലും തിന്നും അല്ലേ? അല്ലേ? ഇതിന് പിന്നെ പുറത്തിറങ്ങിയ പിന്നെ വായില്ല. അമ്മയ്ക്ക് ഒരിക്കലും വായില്ല പുറത്തിറങ്ങി കഴിഞ്ഞാൽ. ദൈവകാഴ്ച ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. പക്ഷെ ഇരുന്ന് നമ്മുടെ ബാക്ക് കൊടുക്കും. കാരണം അത്രയ്ക്ക് മോസ്റ്റ് ചൂടാ. അതെ നല്ല ചൂടാ. ദൈവം നല്ല ചൂടും കിട്ടും. നമ്മുടെ കേണിച്ചിറ പള്ളിയില്ലേ? നമ്മുടെ കേണിച്ചിറ പള്ളി ഇതാ ഇവിടെ തൊട്ടടുത്ത് ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ ക്യാൻസർ ചർച്ച് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ മുകളിലേക്കാണ്. അവിടെ വെച്ചിട്ടായിരുന്നു കോവിഡ് വാക്സിനേഷനൊക്കെ ഉണ്ടായിരുന്നത്. ഞാൻ അവിടെ പോയിട്ട് വാക്സിൻ എടുത്തത് കേട്ടോ. പുഴയെ കുളിച്ച് ടി വി കണ്ട് ഉറങ്ങണം. ഉണങ്ങാതെയോ? ഗായ്സ് നമ്മുടെ വെളിച്ചെണ്ണ. ഈ വെളിച്ചെണ്ണയിൽ നമ്മൾ
മമ്മ ഒറ്റ ദിവസം കൊണ്ട് തീർക്കുന്നതാണ്. ഷോപ്പിൽ വയ്ക്കാൻ പോവാം. എന്തായാലും ഭാഗ്യത്തിന് വെളിച്ചെണ്ണ കിട്ടിയില്ല അമ്മ. ഏറ്റവും വലിയ കാര്യം ഇങ്ങനെ ചെയ്തെന്താണ്? അതന്നെ നമുക്കോ മറിയൂ. നിറച്ചുണ്ടോടാ നമ്മുടെ കസ്കസ് നിങ്ങൾക്ക് അറിയോ? പഴുത്തുണ്ടോടാ? നിലത്ത് വീണതല്ലേ എല്ലാം പഴുത്തു. അപ്പൊ അത് ചാടി പറിക്കേണ്ടി വരില്ല ഒച്ചേ. നീ ചാട്. കൊട പിടിക്കൊന്നുമില്ല. പോ കൊട തിരിഞ്ഞുകൊണ്ട് ഭയങ്കര പറന്നു പോട്ടെ ഭയങ്കര. പിന്നെ കൊട എടുക്കാൻ ആ റോട്ടിലേക്കൊക്കെ പോയാൽ അപകടം ഉണ്ട് കേട്ടോ. ഇതെന്താണ് ഷോപ്പറിൽ വെച്ചിട്ട് ആദ്യം പറഞ്ഞു വെക്കാൻ പിന്നെ പറഞ്ഞു വേണ്ട. അല്ല അമ്മ ഓരോ പ്ലാനിങ്ങിലാണ്, മനസ്സിലായില്ലേ? ഓ എന്നാ ഹലോ. അതോ തോട്ടിയും കൊണ്ട് തല്ല് പറിക്കുന്നു, കൊടത്തോട്ടിയും കൊണ്ട്. വാ അവിടെ തല 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 തല. എടാ അതെ അവിടെ തന്നെ പറഞ്ഞു. പെണ്ണിന് ഇത് പിടിക്കും, ഞാൻ പറിക്കട്ടെ. ഇത് നമ്മൾ രണ്ട് ആ അതെ അതെ കിടക്കുന്നേ. അതെ അതെ അതെ. അയ്യേ തോമാ 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 തോമാ. എടാ ഞങ്ങള് പോവാണേ. ഞങ്ങള് പോയി കേട്ടോ. ചാച്ചാ. എന്നോടൊരു കാര്യം പറയട്ടെ. എന്നാ പറഞ്ഞോ? എന്തോ പറയാൻ വന്നില്ല. അയ്യോ ഗായ്സ് ക്യാമറ പറയാം അമ്മയ്ക്ക്. പ്യാഡി പ്യാഡി ഗായ്സ് അങ്ങനെ നമ്മള് ഇതിന്റെ ദൈവമേ എന്നതാണ് മമ്മേ. മമ്മ ഒന്ന് വരുന്നുണ്ട്. എന്താ തരണ്ട? ഇത് നോക്ക്, എന്റെ കയ്യിൽ നോക്ക്. എനിക്കത് നീ ഒന്ന് വാ. എന്താ അതാ നീ എന്താ കാണിക്കുന്നേ? അതാണ് കൊട കാണിച്ചു കൊടുത്തല്ലേ. ഇങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് സ്കൂളിൽ നിന്ന് എന്റെ ഫ്രണ്ട്സിന്റെ ചങ്ങലയുടെ കടയുണ്ടോ നോക്കണം കേട്ടോ. എന്താ ചങ്ങലക്ക്? തൊടലിന്റെ കട. അതന്നെ അമ്മേ കൊച്ചിനെന്താ ഗൈസ് ഗൈസ്. അപ്പൊ നമുക്ക് ഈ വെയിലത്ത് നടന്ന് നമുക്ക് നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? എടാ കാലമാളാ. നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? നേരെ നടന്നു. എവിടാ പോകുന്നത് നമ്മള്? പറയാം. ഒരു ഷൂ ഉണ്ട്, ഒരു കുഞ്ഞാച്ചി ഉണ്ട്. അത് ഞാൻ എന്നെ കാണിക്കണം. പറ. ബത്തേരി ബസ് മേരി മാതയായിരുന്നു ഇത്. ഇതെന്താ കാണിക്കുന്നത് വല്ല ഉദ്ദേശമുണ്ടോ? 16 ക്യാമറ വേണ്ടി വരും സത്യം. ഓരോ ഷോട്ടിൽ 10 പ്രാവശ്യമാണ് കഴിച്ചു. ഞാൻ ഇട്ടു ഈ വെള്ള ഈ ഷൂ വെള്ള എന്ന് പറയാം. ഞാൻ എടുത്തപ്പോഴേ പറഞ്ഞ വെള്ളം എടുക്കണ്ട. ഹലോ നീ വലിയ പറഞ്ഞു ഷൂ എന്തി പോന്നിട്ട് നീ അല്ലേ ഇതിട്ട് കറപ്പാക്കിയത്? കടയിൽ നിൽക്കുവാണ്. ആണോ ഗൈസ്? നമ്മളിവിടെ ചേച്ചീൻ്റെ കടയിൽ വന്നതാണ്. അപ്പൊ ചേച്ചീനെ കാണുന്നില്ലല്ലോ. ചേച്ചിയോടെ പോയി ടൂത്ത് പേസ്റ്റിന്റെ കാര്യം പറഞ്ഞോ? ചോദിച്ചോ? മഴയല്ല, വേർപ്പല്ല, വെയിലൊക്കെയല്ലേ. ഓ നോ, ഞങ്ങളുടെ മെതിക്കടി പറഞ്ഞോ നടക്കില്ല കേട്ടോ. അവിടെ സ്റ്റെപ്പ് ഉണ്ട്. വണ്ടി തങ്ങി അല്ലേ ഓഫ് റോഡ് ആവണം. സാധനം ഉറക്കം വരാടെ വീട്ടിൽ ഇങ്ങനത്തെയും കൊണ്ടുവന്ന് ഗായ്സ്. ഇപ്പൊ കൊട്ടിയൂരിന്റെ സമയമാണ്, നിങ്ങൾക്ക് അറിയാലോ. മേടത്തിലെ മേടത്തിലാണോ ഇടവത്തിലാണോ? ഇടവത്തിലെ ചോദ്യയിലല്ലേ കൊട്ടിയൂരിൽ ഇവിടെ തുടങ്ങുന്നത്? ഇടവത്തിലെ ചോദ്യം ബർത്ത്ഡേ. അയ്യോ അനുരത്തിലെ എന്റെ ബർത്ത്ഡേ. വലിയ ഗെയിമായി. കർക്കിടകത്തിലെ മകത്തിലെ ചിങ്ങത്തിലെ എലി. ചിങ്ങത്തിലെ എലി വാവാറ്റ. എന്താടാ എടാ ഇനി എന്താ പ്രശ്നം? മകം പറഞ്ഞ മങ്കല, മകം പറഞ്ഞ എലിയാ. ഗൈസ് ഇവിടെ മുറുണ്ട്. മിറർ ഞങ്ങള് എന്താ നോക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, ചെറുതായിട്ടൊക്കെ നോക്കുന്നുണ്ട്. അതെ അതെ ജംസാ 20. അതെ എല്ലായിടത്തും അതെ അല്ലേ. കുറെ നബാട്ടി ഒക്കെ വന്നിട്ടുണ്ട്. എനിക്ക് നബാട്ടി വേണം. നബാട്ടി ഉണ്ട്, പലഹാരം ഉണ്ട്, എല്ലാം ഉണ്ട്.
എന്റെ ഗായ്സ എനിക്ക് ഇപ്പൊ ഒന്ന് പുഴയിൽ പോയി ചാടിയ ഭയങ്കര ചൂടാ. പറയുമ്പോ പറയാൻ പാടില്ല. എടാ ഈ എലീനെ വെള്ളത്തിൽ എടുത്തോണ്ട് പോവോ ഇവിടുന്ന്? ഞാൻ ഭീമനെ അടുത്തത് ശ്രമിച്ചേനെ. ഇപ്പൊ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാം. അതെയോ? അപ്പൊ നമ്മളിത് മോസ്റ്റ് ആയിട്ട് സാധനങ്ങളൊക്കെ നമ്മ കുറെ വാങ്ങിയിട്ടുണ്ട്. എല്ലാം വാങ്ങിക്കഴിഞ്ഞു. ലാസ്റ്റ് ഇത് ജെംസ് വാങ്ങി. എടാ എന്റെ ഇവിടെ സ്റ്റിക്കർ എവിടെയാടാ? ഇതിന്റെ കൂടെയുള്ള സ്റ്റിക്കർ ഉണ്ടോ? സ്റ്റിക്കർ ഉണ്ടോ? സ്റ്റിക്കർ ഉണ്ടോ ഇതിന്റെ കൂടെ ഉള്ള? ഇതിന്റെ കൂടെ ഫ്രീ എന്ന് കാണിക്കുന്നുണ്ട്. ഉള്ളിലാണോടാ? ഉള്ളിലില്ല. ഉണ്ട്. കൊച്ചു പേടിപ്പിക്കാൻ പോലെ. താങ്ക് യു. ഒരു ഹായ് പറഞ്ഞേക്ക് ഗായ്സിനോട്. നമ്മുടെ സ്വന്തം അമ്മ ചേച്ചി. അതെ, നമ്മുടെ കടയിലെ. എനിക്ക് ഈ കട പക്ഷെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിഷ്ടാ. നല്ല വൈബാണ്. വൈബുള്ള കടയാ അല്ലേ മേ? ഇടയ്ക്കിടയ്ക്ക് മക്കള് വരും. അതെ അതെ, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെയാണ് സാധനങ്ങൾ വാങ്ങാൻ വരുന്നത്. സാധനങ്ങൾ വാങ്ങും, വരും, പോവും. പോട്ടെ. ഓ താങ്ക് യു. അതെ അതെ, വരാം. +2-ലും ഡിഗ്രിയിലൊക്കെ പഠിക്കുന്ന പിള്ളേരാന്ന് പറയും ചേച്ചി. സ്റ്റിക്കർ നോക്കിയിട്ടാണ്. സ്റ്റിക്കർ ഇല്ല ഇപ്പം ഞാൻ എല്ലാവരും കൊല്ലും. എൻ്റെ അമ്മേരെ ഫോൺ ഉണ്ടാവില്ല. എല്ലാവർക്കും എൻ്റെ ബാഗ് മതി. ദൈവമേ, ഇതാ ടവല് വേണം മനുഷ്യന്. ജെംസിന്റെ ഒരു ആഭരണം ഉണ്ട് കേട്ടോ. വലിയ നമ്മൾ പോയി വാങ്ങുമ്പോൾ ഉള്ളിൽ വെള്ള കളർ ഒരു കരയ്ക്ക പോലെ. എനിക്കിഷ്ടമല്ല. എനിക്ക് ചോക്ലേറ്റ് ഉള്ളത് തന്നെ ഇഷ്ടം. നല്ല വൈസ് ജെംസ് കുറേ തിന്നണം. എനിക്ക് ജെംസ് കുറേ വേണം. കാണാൻ തരുമോ? നിനക്ക് 2 ഒരെണ്ണമല്ല 3 മറ്റേ കയ്യിലങ്ങ് ഒതുങ്ങുന്നില്ല. അല്ല, തീർന്നു വന്ന എനിക്ക് ഓർമ്മ ജെംസ് കൂടി വേണം. ജെംസ് ദേ വാങ്ങാൻ നമ്മുടെ പ്രാണവ് വരുന്നുണ്ട്. അനന്തൊക്കെ അയ്യോ ക്യാമറയും കൊണ്ട് തന്നെ ഇടിക്കുന്നോടാ നീ. ഓരോരുത്തർ പിടിച്ചോ. നിനക്കെന്താ ഒന്നും പിടിക്കാൻ പട പിടിച്ചത്? അത് മമ്മാനെ പിടിച്ചത്. ഞങ്ങള് പൊട്ടിച്ചോ അമ്മക്ക്. ഞങ്ങളെടുത്ത് വായിക്ക് പോയ മമ്മ മോശം വായിക്കോ. എനിക്ക് പറഞ്ഞു. ആ തരും. ഓ അല്ല തരൂലല്ലോ. വേണമെങ്കിൽ തിന്നോ. നമുക്ക് ചെവി കേൾക്കുന്ന അതന്നെ ഓരോ കൽപ്പന പോവാദ്യം. എടാ നമ്മള് കോഴിമുട്ടായി പണി ഇട്ടുട്ടോ. ഒന്ന് വരുന്നുണ്ടോ? എടാ നല്ല ഷോർട്സ് ആണല്ലോ. ജും 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 ജും. പൈങ്കിളി കാലമാടാ, നാണം കെടുത്താൻ നിക്കല്ലേ നീ. പൈങ്കിളി പോയിട്ട് നോക്ക്. അത് പൊട്ടിയതിന്റെ ഇടയ്ക്ക് കണ്ണ് നോക്കി അമ്മേ. കുത്താമ്പുള്ളിയോ? അവിടെ പങ്ക നീ എന്റെ അടുത്തേക്ക് വാ. കൊച്ചിങ്ങനെ ബാക്കിൽ നടക്കല്ലേ. പിന്നെ സ്റ്റിക്കർ നോക്കത്തില്ലായിരുന്നോ? ഈ കൊച്ചിലെ സ്റ്റിക്കർ ഉണ്ടോ ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞു. ഒട്ടിയിരിക്കുന്ന സ്റ്റിക്കർ നന്നായി പോയി. വായടക്കി ഈ പൊട്ടനെ കൊണ്ടൊക്കെ നോക്കിപ്പിച്ച നമ്മളെ പറഞ്ഞില്ല. നീ ആ കോടയെ നിവർത്തുവോ? ഒന്ന് വായടക്കി. ആ അങ്ങനെ പലർക്കും പല ക്രൈസുകളും ഉണ്ടാവും. മനസ്സിലായോ? ആ കൃഷിന്റെ ആയിരുന്നു കിട്ടുന്നത്. അതുപോലെ ബെൻടെന്റെ സ്റ്റിക്കർ ഇട്ടില്ലായിരുന്നു. അതന്നെ സത്യമായിട്ടും. എന്റെ മോശം ഇടുന്നത് വെയിൽ കൊള്ളിക്കാതാക്കി. മര്യാദക്ക് കണ്ണ് തുറന്ന് നോക്കണം, അല്ലേ അങ്ങനെ ഉണ്ടാവും. പൊട്ടക്കണ്ണന്മാരെ കൊണ്ട് നോക്കിപ്പിച്ചിട്ട് ഇപ്പൊ കണ്ടില്ലേ? ചിലരൊക്കെ പിണങ്ങിന്നാ തോന്നുന്നേ. പിണങ്ങിയിട്ട് കാര്യമില്ല. മര്യാദക്ക് കണ്ണ് തുറന്ന് നോക്കണം. ഇതെന്താ കാണിക്കുന്നേ? നീ ഷോപ്പർ പിടിക്ക്. ആ
ആ എനിക്ക് തോന്നുന്നുണ്ട് അവർ കടക്കാരുടെ അടുത്തല്ലേ കൊടുക്കുക അല്ലേ? ആ അതന്നെ ചേച്ചി ഓർത്തില്ലെങ്കിൽ കൊടുത്താൽ ഓർക്കുമല്ലോ. ആന്നേ ഇവിടുന്ന് പൂച്ച വരെ ഗായ്സ് നമ്മൾ കേണിച്ചിറൻ്റെ താഴേക്ക് പോവാണ്ടോ. നമുക്ക് തന്നെ വേണം ഇങ്ങോട്ട് പോകും താഴെ ദിവസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ താഴേക്ക് നടന്നു പോകണം. നല്ല വെയിലുണ്ട്, പിന്നെ നല്ല മഴ ഉണ്ടാവും. അമ്മ മഴയ്ക്ക് മുമ്പ് നമുക്ക് വീട്ടിലെത്തണേ. മമ്മേ ഉണ്ടോ? അവർക്ക് ചെവിയില്ല പെങ്കിളി. മഴയ്ക്ക് മുമ്പ് വീട്ടിലെത്തണം ഒന്ന്. പുതിയ റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നു ഗായ്സ്. അല്ല നോക്ക്, സിൽവ ലെക്സ് റെസ്റ്റോറൻ്റ് അല്ലേ? റെസ്റ്റോറൻറ്റും എല്ലാം കൂടിയാണോ? റിസോർട്ടാണത് മമ്മ. ഞാൻ ഓർത്തത് റെസ്റ്റോറൻ്റ് ആണോ കേട്ടോ. റിസോർട്ടായിരുന്നോ? അയ്യേ, നമുക്കറിയില്ലേ ഇവിടെ ഉള്ള കാര്യം. ഇത് പട്ടിക്കാട്ടിൽ മുമ്പ് വന്നാൽ എങ്ങനെ അറിയും? എടപ്പോ അയ്യോ റിസപ്ഷനോ? നീ വെക്കോ, ഞങ്ങള് പോട്ടെ. ഞങ്ങള് വയ്യട്ടോ ടാറ്റാ. അമ്മ ഈ പൈങ്കിളിനെ കൂടെ വന്നിട്ട് എന്നെ മുഴുവൻ വെയിൽ ഒളിക്കും. അമ്മ ഈ പൈങ്കിളി ഭയങ്കര കഷ്ടട്ടോ. ഞാൻ വേറെ കുട എടുക്കും അമ്മ എങ്ങനെ ആയാലും. ഇത് മറ്റേ അമ്മേനെ പകലിവിടെ വിട്ട് നമുക്ക് എന്ത് വരാം. ബാ അയ്യേ, നമ്മളിതേ അങ്ങനെ താഴ്വശത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ കേണിച്ചിറയുടെ. ഇനി എങ്ങോട്ടേക്കാണ് പോകുന്നത്? അറ്റ്ലസിലേക്കാണോ? എന്നാ ലെറ്റ്സ് ഗോ. നെക്സ്റ്റ് സ്ഥലത്തേക്ക് നമ്മൾ പോകണം ഗൈസ്. വാ പോവാം. അപ്പോൾ നമ്മളിതേ കേണിച്ചിറയുടെ താഴ്വശത്ത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അവരുടെ കുട ചുരുക്കാൻ കഷ്ടപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. കുട സീനാണ്, കാരണം കുട വലുതായതുകൊണ്ടേ ചുരുക്കാനും നിവർത്താനും കുറെ സ്പേസ് വേണം. അതാണ് അവസ്ഥ. കശുതി പോയാലോ? എന്താ വാങ്ങാനുള്ളേ? ഷീറ്റ് വാങ്ങാം. ആ നമുക്ക് എന്താ ഷീറ്റൊക്കെ വാങ്ങണമെന്നുണ്ട്. നമ്മുടെ സ്വന്തം അശ്വതി ഫാൻസിയിലേക്കാണ് ഗൈസ് നമ്മൾ പോകുന്നത്. അമ്മേ നല്ല ചുവാടാണ്. അയ്യോ പിണക്കൊക്കെ എന്തിനല്ലേ? പിള്ളേർക്കൊക്കെ എന്തിനാ? ക്ലാസ്സിലൊന്നും പോയില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തിറങ്ങണ്ടേ? അത് മെയിനാണ് ലീവായി ഗൈസ്. നമ്മൾ കുറച്ച് സൂതനങ്ങൾ വാങ്ങാൻ വേണ്ടിയാണ്. സൂതനങ്ങൾ നമുക്ക് എന്താ നോക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുക. എൻ്റെ കൈ കണ്ടില്ലേ, മുറിഞ്ഞത് കണ്ടോ? ഇവിടെ ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ട് കണ്ടോ? മുറിഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ നല്ല ചക്ക എരിഞ്ഞാണ്. നല്ലോണം മുറിഞ്ഞു, ബ്ലഡൊക്കെ വന്നു. ഫിംഗർ ക്യാപ്പ് നമുക്ക് അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മോസ്റ്റ് എടുത്ത് ഫിംഗർ ക്യാപ്പൊക്കെ വാങ്ങുന്നുണ്ട്. നമ്മളാണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഫാൻസിയിൽ വന്ന് കണ്ണ് ആദ്യം പോകുന്നത് നമ്മളെ മാലയിലേക്കാണ് കേട്ടോ. എനിക്ക് ആദ്യം എൻ്റെ കണ്ണൊന്നും ഈ മാലയിലേക്കാണ്. എനിക്ക് ഈ മുത്തുമാല ഇതാണ് പണ്ടേ. ആണോ? എന്താ പറയാ, പേളാണ്. ഇതുണ്ടോ ഈ മാലയൊക്കെ? എന്താ കളറിന്റെ എല്ലാം കുറേ ഈ മാലേനെ പഠിച്ചു വെച്ചത്. പിന്നെ മാല ആസിഡ് കളയുന്നു എടുത്തില്ല ഇതുവരെയും. പൊട്ടുവാങ്ങുന്നുണ്ടോ? ഫിംഗറിലിടുന്ന സൂത്രം. പക്ഷെ ഇത് ഇതായിപ്പോയി. ഇത് രണ്ടും പോരെ? രണ്ടെണ്ണം ഷാമ്പു വേണം. അഞ്ചെണ്ണം എടുക്കടാ. എടുക്കടാ, മൂന്നാളെണ്ണം എടുക്കടാ. മൂന്നെണ്ണം എടുക്ക്. റെഡൊക്കെ എടുക്കണ കൊച്ചേ. നമുക്ക് എപ്പോഴും പെട്ടെന്നൊരു സാധനം പെട്ടെന്നൊരു കാലത്ത് പണിയിട്ടില്ലേ? യൂട്യൂബാ. അതെ അതെ, രണ്ട് വച്ച് വേണ്ട. അതെ അതെ. അപ്പം എന്താണ് മമ്മ അവരൊക്കെ ഭയങ്കര പൈകളൊക്കെ പൊട്ട് നോക്കാൻ വേണ്ടി അങ്ങ് ദൂരെ പോയിട്ടുണ്ട്. അതെ അതെ. പിന്നെ പറയാതെ എന്താണ് കേസല്ലേ? ഉണ്ടോ ഈ പൂരി സ്പ്രേ അടിച്ച് വെച്ചാൽ മണമുണ്ട്. ഒരു മണമില്ലാത്ത പൂക്കളാണ്. സ്പ്രേ അടിച്ച് വെക്കണം, അത്യാവശ്യമാണ് ഗൈസ്. പിന്നെ പിന്നെ ഒന്നുമില്ല. ഇവിടെ നമ്മുടെ ഒരു ചേട്ടനുണ്ടായിരുന്നു. ചേട്ടൻ ഇന്ന് ലീവാണ് കേട്ടോ. അപ്പം ചേട്ടൻ വന്നിട്ടില്ല. അപ്പോൾ ഇതേ ഒരു പൊട്ട് നോക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. നിങ്ങൾ പൊട്ട് നോക്കാൻ വന്നാണോ? ഈ കളർ പൊട്ട് എടുക്കടാ. എപ്പോ തൊടാനാണ്? ഞാൻ തൊടും. നിങ്ങൾ പിന്നെ വാങ്ങി വെക്കുള്ളൂ. ഞങ്ങൾ തൊടും. ഈടാ ശരിക്കും
അത് വീട്ടിലിരിപ്പുണ്ട്. ഇത് കാണുമ്പോ കൊച്ചിനെല്ലാം വേണം. അമ്മ എനിക്കിത് വാങ്ങി തരുമോ അമ്മ ഈ പൊട്ട്? എനിക്ക് ഇഷ്ടമുള്ള ഏതാ എടുത്തിട്ട് അങ്ങോട്ട് പോവാം. കൊച്ചെ ഈ പൊട്ട് എടുക്കാം. ഇത് എന്ത് രസമുണ്ട് പൊട്ട്. എനിക്ക് വലിയ പൊട്ടാ ഇഷ്ടം. നല്ല ഡിസൈൻ ഉള്ളത്. ഓ നമ്മളൊക്കെ പണ്ട് തൊട്ട് എന്തായിട്ടല്ല സ്കൂളിൽ കണ്ണ് ഇത്രയും കണ്ണെഴുതി വെക്കും. നിറച്ച് കഴിഞ്ഞ് മൈലാഞ്ചി ഇടും, കുറെ മാല ഇടും, കുറെ വള ഇടും. മൂക്കില്ല പിന്നെ അന്ന്. മൂക്കുണ്ട് പക്ഷെ മൂക്കൂത്തില്ല. പിന്നെ പൊട്ടൊക്കെ അതന്നെ. ഇപ്പോഴാണ് അതിന്റെ ഇത് മനസ്സിലാവുന്നത്. കല്യാണത്തിന് പോകണമെന്ന് വെച്ചാൽ എന്നോട് തന്നെ എന്താ അറിയോ എഴുന്നേപ്പിച്ചെടുത്തിട്ട് പറയാ കല്യാണത്തിന് പോയതാണ്. ഉറക്കത്തിന് എഴുന്നേറ്റ് പോലെ വന്നാൽ മതി എന്നാണ് എന്നോട് പറഞ്ഞത്. എന്നോട് കല്യാണത്തിന് പോകാനാണോ? പിന്നെ വരലുണ്ടാവില്ല. ഇനി നാളെ പോലെ ഇങ്ങനെ മേല വന്നേക്കലെന്നും പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞാൻ പോയില്ല സ്കൂളിൽ. വരണ്ടെന്നല്ലേ പറഞ്ഞു. അപ്പൊ ഞാൻ മുടിയിൽ 2 സ്ലൈഡ് കൂടുതൽ പാടില്ല. അത് സെന്റ് ജോസഫിന്റെ ഒരു റൂൾസ് അല്ലേ? അതന്നെ വേണ്ട. കളി അങ്ങ് നിന്ന് പിന്നെ പറയേണ്ട കാര്യമില്ല. ഹെയർ ബാൻഡ് കാണുന്നില്ല അതായിരുന്നു അടുത്ത പ്രശ്നം. പിന്നെ പല മുട്ടയും കടിച്ചു. മുട്ട അടിച്ചാലും തലയുണ്ടല്ലോ അവിടെ. അപ്പൊ ബാൻഡ് അത്യാവശ്യം എന്തൊക്കെ ചെയ്ത അതൊക്കെ പ്രശ്നം. അതന്നെ. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. അതെ, സ്കൂളിന്റെ പേര് പറയുന്നില്ല. ഓ അറിയത്തൂല്ല. നിങ്ങൾ വായിച്ചെടുത്തു ആ പൊട്ട്. ആ കൊച്ചുമൊക്കെ ഏതോ പൊട്ടെടുത്തോണ്ട് പോയി. എനിക്ക് അറിയത്തില്ല. ഹലോ ഞരമ്പുണ്ടല്ലോ മറ്റേ. വലിയൊരു ടാസ്കിന് ശേഷമാണ് പുതിയൊരു പൊട്ടെടുത്തിട്ടുണ്ട്. കൊച്ചിനൊന്നും തൊട്ടിട്ട് നോക്കട്ടെ. നല്ല പൊട്ടില്ലേ അമ്മമ്മ? കുറച്ച് ശരിയാക്കട്ടെ. ഒരു ദിവസം കൂടെ ഉണ്ടാവുള്ളൂ. പക്ഷേ വലിയ പൊട്ട് നല്ല രസമുണ്ടോ? എൻ്റെ ഇതല്ലേ? അല്ല, ഞാൻ പറഞ്ഞിട്ടാ വിളിച്ചു കൊടുത്തത്. വെറുതെ പറയാൻ അവാർഡ് എടുത്ത ആളാ. വൈകിളി തൊഴിക്കും ഞാൻ കേട്ടോ. വൈകിളി പിന്നെ നീ കിടന്ന് കാറും. ആ നമ്മളിത് ഇങ്ങനത്തെ പൊട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ 2 പൊട്ടെടുത്തു. ചിലർക്കൊക്കെ പൊട്ട് തൊടാനും വളയിടാനൊക്കെ ആഗ്രഹം തോന്നി തുടങ്ങിയിട്ടുണ്ട്. കൊച്ചി കള്ളി കൈ നിറച്ച് വളയും പൊട്ടും. ഇപ്പോഴല്ല, വീട്ടിൽ. എൻ്റെ നരമ്പ് കൊണ്ട് മേടിച്ചോ? അയ്യോ ഒരു ഞരമ്പ് ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് എങ്ങനെയോ ഒക്കെ എടുത്തിട്ടുണ്ട്. 24 മണിക്കൂർ അത് കാണിക്കില്ല. എൻ്റെ 24 മണിക്കൂർ ഞരമ്പ്. അതുകൊണ്ട് പിന്നെ ബെയിനി എന്നാ നിങ്ങൾ വെള്ളം എടുക്കുവോ? ആ എനിക്ക് വെള്ളം പ്ലീസ് അമ്മ. എനിക്ക് വെള്ളം വേണം പ്ലീസ് 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 പ്ലീസ്. നമുക്ക് വെള്ളം എടുക്കില്ല. അമ്മ ഞങ്ങൾക്ക് വെള്ളം വേണേ. കണ്ണാടി ഇല്ല അമ്മ. ഞങ്ങൾക്ക് വെള്ളം എടുക്കണേ. അതെ അതെ. നമ്മളങ്ങനെ കടയിൽ നിന്ന് ഇറങ്ങിട്ടോ. ചിലപ്പോൾ താളം കളിച്ച് കളയും. നമ്മളങ്ങനെ കുറച്ച് സൂത്രങ്ങളൊക്കെ വാങ്ങി ഇറങ്ങുവാണ് അല്ലേ? സാധനങ്ങളെല്ലാം എടുത്തില്ലേ? എടാ പൈങ്കിളി നിങ്ങൾ പോയിക്കേ. ഞങ്ങൾക്ക് കുട ചൂട് പോകണം. വേഗം ഒന്ന് പോകണം. അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. നിങ്ങൾ ചെറിയ കുട ഈ കുട എടുത്തോടാ. അവർക്ക് ഇത് സിമ്പിൾ ആയിരിക്കും. അതെന്താ? നമ്മുടെ തല ചെറുതല്ലേടാ. പക്ഷെ ഹലോ പ്ലീസ് ബാ. എന്റെ ഇല്ല. എടാ നിന്റെ കയ്യിലാണോടാ? എന്റെ ബാഗിലാടാ. എടാ പോടാ. നീ ബാഗ് എടുത്തോ? എടുത്തോ? ഗായ്സ് നമ്മളിനി അടുത്ത് എങ്ങോട്ടൊക്കെയോ പോകുന്നുണ്ട് അല്ലേ പങ്ക? നിനക്ക് വല്ല ഉദ്ദേശം ഉണ്ടോ എങ്ങോട്ടാ പോകുന്നത്? അയ്യോ കുറച്ച് കുട പൊക്കി പിടിക്കു വെച്ചേ. അല്ല അവരുടെ തലയെ കുത്തി. കൊട ചുരുക്ക്. ഓ എടാ സീനാണാ. വരയ്ക്കാണ് അവസ്ഥ എന്നും. അതല്ലേ ഞാൻ ഈ കുട എടുത്തോന്ന്. അയ്യോ അവസ്ഥ. അയ്യോ ഗായ്സ് നമ്മുടെ ഇവിടെ ഒരു ചെറിയ ചാപ്പയിലുണ്ട് കേട്ടോ. നമ്മളിവിടെ എന്നും മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോവേ. ഇപ്പൊ നമ്മളിത് ഇവിടെ അവിടെ ചേട്ടനുണ്ടമ്മേ. ഇത് ഇന്ത്യൻ ആയിക്കൊണ്ടിരിക്കും. അപ്പം നമ്മളങ്ങനെ വീണ്ടും നമ്മുടെ മാർക്കറ്റിലേക്ക് പോവുകയാണ്. നമുക്ക് ഫിഷ് വാങ്ങണം, നമ്മുടെ ചിക്കൻ വാങ്ങണം. ചേട്ടൻ തന്ന എല്ലാ തലയും നമ്മൾ 8 ദിവസം കൊണ്ട് വയറ്റിലാക്കി. അതാ 10 ദിവസം കൊണ്ട് തിന്നാന്ന് പറഞ്ഞേ. പക്ഷെ 1 ദിവസം കൊണ്ട് ഞങ്ങൾ കാലിയാക്കി ഇല്ലേടാ? തല കാലിയാക്കിയില്ലേന്ന്. ഇവിടെ പങ്കനൊക്കെ ഫിറ്റായി പോയി ഗൈസ്. അതെ 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 ഗൈസ്. നമ്മൾ വീണ്ടും മാർക്കറ്റ്. അതന്നെ രാവണനെ കൊണ്ട്. അയ്യോ എനിക്ക് വയ്യ. നമ്മള് ഗൈസ് മമ്മ തന്നെ നമുക്ക് കാണാം. മമ്മ ഒന്ന് ഉരുണ്ട് പോകുമ്പേ. മീനുള്ള മീൻ നമുക്ക് എണ്ണ അല്പം പോകുമോ? ദൈവം എന്റെ വാളയുണ്ട്. എന്നാ ചാട്. ചെമ്പല്ലി ഉണ്ടല്ലേ?
തലക്കറി പൊളി ഒറ്റ ദിവസം കൊണ്ട് തീർത്തില്ലേ? അതെ. മമ്മ അമ്മല്ലേ? മമ്മ കോടാലിയൊക്കെ എടുത്ത് കോടാലിയൊന്നും എടുത്തില്ല കേട്ടോ. അല്ലേ, നമുക്ക് അഭ്യാസ പ്രകടനമായിരുന്നു. വാള നോക്കട്ടെ. ഒന്ന് മതി എന്നാ പറയുന്നത്. അപ്പൊ ഒന്ന് നമുക്ക് എടുക്കാം. എന്റെ വയറ്റില് മുട്ട ഉണ്ടോന്നേ? മുട്ടയുണ്ടെന്ന് തോന്നുന്നുണ്ട്. മുട്ടയുണ്ടല്ലോ വയറ്റിൽ ചെറുതായിട്ട്. ആഹാ, നീ മാത്രം തിന്നാ മതി കേട്ടോ. കിലോയ്ക്ക് എത്രയാ? നല്ല വിലയാണോ? ഹലോ ബ്ലേസ് കത്തിയൊക്കെ എടുത്ത് നമ്മുടെ മീൻ നല്ല മോസ്റ്റായിട്ട് വെക്കാൻ പോവാണ്. ഇല്ലേ, നിങ്ങൾ പോയി വാങ്ങിട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കട്ടെ. ആദ്യത്തെ ഇവിടെ ഒരു ചിക്കൻ കടയും കിട്ടും. അവിടെ ചിക്കൻ വാങ്ങാൻ പോകുന്നതാണ് തോന്നുന്നത്. പന്നിക്കട എടുത്ത് കളഞ്ഞു ചോദിച്ചു. പണിയും തോന്നേ. നിങ്ങൾ ഈ വെയിലത്തിൽ നിന്ന് മാറിയിട്ടു. ഹലോ ബാ. ഹലോ പ്ലീസ്. ഇന്ത്യൻ ചാടുന്നുണ്ട് കേട്ടോ. വാങ്ക ഇന്ത്യൻ ചാടുവോ? ഹലോ, ആർക്കും നിവർത്താൻ എങ്ങനെ നിവർത്തണമെന്നൊന്നും അമ്മ ഇത് അല്ല. എന്റെ ഷോപ്പർ എന്റെ കയ്യിലല്ലേ. ഇത് ഞാൻ എന്നിട്ട് ഓർക്കും എന്റെ ഷോപ്പർ എവിടെയെന്ന് മമ്മ. ഇതേ മട്ടൺ വാങ്ങാൻ ഒരു പോയി, മെയിൻ ചിക്കൻ വാങ്ങാൻ ഇല്ലേ മമ്മ? അതെ, മുട്ടയുണ്ട്. മുട്ടയില്ല ആണോ? എത്ര അമ്മ വാളയ്ക്ക് എത്ര മുട്ടയുണ്ട്? 10,000. അയ്യേ, അത്ര നല്ല. 1 കോടിയുണ്ടേ? ഇല്ല, 1 കോടിയുണ്ട്. ഞാൻ തന്നെ ഒന്നല്ല, ഒരു 10,000 എണ്ണം. ഒന്ന് പോടോ, ഒന്നും അറിയാതെ വന്നേക്കുക. മുട്ട ഉണ്ടെന്ന് തോന്നുന്നു അതല്ലേ. പക്ഷെ അന്നത്തെ അത്ര വലിയ മുട്ടയില്ല, ചെറിയ മുട്ടയാണ് തോന്നുന്നത്. അപ്പോൾ പൂച്ചേനൊന്നും കണ്ടില്ലല്ലോ അല്ലേ. അപ്പോൾ ഗായ്സ് നമുക്ക് മോസ്റ്റായിട്ട് വാങ്ങാം കേട്ടോ. മുട്ട നല്ല ടേസ്റ്റ് അല്ലേ അല്ലേ അമ്മ? പ്രത്യേകിച്ച് ഫിഷ് എഗ്. കുറേ മുട്ട ഉണ്ടോ ഗൈസ്? നമുക്ക് മുട്ട എക്സ്ട്രാ മുട്ടയുണ്ട് ഗൈസ്. അമ്മ ഇട്ട മുട്ടയാണോ? അല്ല, ഇത് 60 എൻ്റെ വിലയാ. അപ്പോൾ ഇത് അവിടെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് അവർ ചിക്കൻ വാങ്ങി വരുന്നുണ്ട് കേട്ടോ. ചിക്കൻ വാങ്ങി വന്നു. ഹലോ. അത് മനസ്സിലാവുന്നുണ്ട്. ബാബാറ്റെ എലി ഇന്നലെ ഉറങ്ങിയില്ലേ? എലി ബാക്കി പൈസ എടുത്ത് അതാ മീൻ മേടിക്കും. നമ്മുടെ മീൻ റെഡി. ഇതാ പിടിച്ചോ, ഷോപ്പറിലിട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഇനി മീനൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനി പോവുകയാണ്. ഇനി വീട്ടിൽ പോയി ഫുഡ് കഴിക്കാം. ബാക്കി 10 രൂപ പോവാം. അതെ. അപ്പോൾ നമ്മൾ ഓട്ടോ വിളിക്കുകയാണ്. ഇനി ഒന്നുമില്ല. മമ്മ മോസ്റ്റായിട്ട് ഇനി മുട്ടക്കറി വെക്കും. മീൻ മുട്ടയുണ്ട്. വര തിന്നണ്ട. വരൻ്റെ മുട്ട ഞാൻ എടുക്കും. ഇല്ല, ഒന്ന് പോടോ. പോവല്ലേ? അല്ല, എൻ്റെ ഷോപ്പർ എന്തേ? ഇതല്ലേ എൻ്റെ ഷോപ്പർ? നമുക്കെന്നാ മുകളിലാ ബസ് സ്റ്റോപ്പിൽ പോയെന്നാലോ? വേണ്ടല്ലോ, വേണ്ട. മീൻ മതി. വേണോ? വേണ്ട. മമ്മ ആലോചിക്കുകയാണേ. മതിയോ? ദിവസം കഴിയുമ്പോൾ വരുന്നുണ്ട്. എപ്പോഴും വരുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. വാങ്ങുന്നുണ്ടോ അമ്മേ? വേണോ? വേണ്ട. ഇത് പിടിക്കുവോ? എടാ, ഞാൻ എന്താ ചെയ്യണേ? ഞാൻ പിടിക്കണോടാ? എന്നാ വാ പോവാ. നമ്മള് പോവാ. ഈ നമ്മുടെ കോഴിമുട്ടയക്കട കഥ പറഞ്ഞു തീർത്തോ? നമ്മളെന്നും ഇനി ഒരു എക്സ്ക്യൂസും ഇല്ല. എടാ, ഇനിയിപ്പോ കാര്യം പോകും. ഇനിയിപ്പോ നമ്മുടെ മീൻ വാങ്ങുന്നുണ്ടോ? ഉണക്ക മീൻ. ശ്രേയസ് തൊട്ടിപ്പുറത്താ, തയ്യൽ കടയാ. അമ്മ ശ്രേയസിലേക്ക് പോകുന്നുണ്ടോ ഇനി? അല്ല അമ്മേ, ഫോൺ എന്തേ? ഫോൺ വിളിക്കുവാങ്ക. നമുക്ക് ആ ബസ് സ്റ്റോപ്പിൽ പോയിരിക്കണോടാ. അവിടെ സീറ്റ് ഉണ്ട്. ബസ് സ്റ്റോപ്പിൽ സീറ്റ് ഉണ്ടമ്മേ. എന്ത് ഉണക്കമീനാ? അപ്പോൾ അത് അപ്പുറത്തേക്ക് വേണം. നമുക്ക് നമ്മുടെ പൂച്ചക്കുട്ടന്മാർക്ക് ഫുഡ് വാങ്ങാനുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അപ്പുറത്ത് വന്നാൽ മതിടാ. അവിടെ നിന്നാ പോരേന്നാ.
എൻ്റെ തല നീ കൊല്ല്. ഹലോ പ്ലീസ്. എടാ നീ കൊട നേരെ പിടിക്ക് പൈങ്കിളി. അയ്യോ വണ്ടികൾ ചെറിപ്പാഞ്ഞ് വരുന്നുണ്ട് ഗൈസ്. ബി കെയർഫുൾ ആണ്. അമ്മയുടെ സീബ്ര ക്രോസിംഗ് കാര്യം ഉണ്ടായിരുന്നേ, പക്ഷേ ഇത് മാഞ്ഞു പോയി ഗൈസ്. എടാ നീ എന്നെ കൊട പിടിക്കാതെ നീ പോ. ഇന്ന് മാറിയിട്ടുണ്ട്. എൻ്റെ കണ്ണി കുത്താൻ പാകത്തിനാണ് കുറച്ച് നടക്കുന്നത്. ഗ്ലൂക്കോമീറ്റർ വാങ്ങുന്നില്ല. വിസ്കസ് തരുമോ? വിസ്കസ് കിറ്റ് ഏതാ? കിറ്റണല്ലേ? കിറ്റണ? ആ വലുത് വേണ്ട. വലുത് എന്ന് പറയുമ്പോൾ ജെല്ലി അല്ല, ജെല്ലി അല്ല കേട്ടോ. ആ ഗായ്സ് നമുക്കൊരു പ്രാങ്ക് ചെയ്ത് അവരെ പറ്റിക്കാം കേട്ടോ. അവരൊന്നും അറിയുന്നില്ല. നമുക്ക് പ്രാങ്ക് ചെയ്ത് പറ്റിക്കാം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പേഴ്സിലുള്ള പൈസ എടുത്ത് ഞാൻ നിലത്തിടുന്നു. എന്നിട്ട് അവരോട് ഗായ്സ് പൈസ എടുത്ത് ഇതാരാ വിളിക്കുന്നുണ്ടോ? ഇതാരാ വിളിക്കുന്നത്? ആ പോവാം. എന്താ സംഭവം? ആൾക്കാരെ കളിയാക്കാൻ വേണ്ടി ഇരിക്കണോ? ഷൂഷു വിളിച്ച് ഗായ്സ് നമ്മുടെ വണ്ടി വന്നോ? പക്ഷേ ഗായ്സ് നമ്മുടെ പ്രാങ്ക് വർക്കായില്ല. സാരല്ല, നെക്സ്റ്റ് ടൈം നമുക്ക് എന്തെങ്കിലും ട്രൈ ചെയ്യാം കേട്ടോ. നോ പ്രോബ്ലം. ഞാനെപ്പോഴും ബാഗ് തുറന്നാൽ സിപ്പ് അടയ്ക്കാൻ മറന്നു. അതുകൊണ്ട് എപ്പോഴും ഞാൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ചെക്ക് ചെയ്യണം. അങ്ങനെ ബാഗിന് പേഴ്സൊന്നും ചാടിപ്പോയിട്ടില്ല. എടാ ഈ ഷോപ്പറൊന്ന് വെക്കുമോ അങ്ങോട്ട്? ഓക്കെ ഇരുന്നില്ല, കുട എടുത്തില്ല രണ്ടും. സോ ഗായ്സ് നമ്മൾ അങ്ങനെ പോവാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗായ്സ് നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന്. അപ്പോൾ ആ സർപ്രൈസിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ പോകുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളതൊക്കെ കാണാൻ നല്ല വണ്ടടിച്ചിരിക്കുകയാണോ എനിക്കറിയില്ല, ആയിരിക്കുമല്ലോ. എന്തായാലും മോസ്റ്റ് സർപ്രൈസാണ്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവും. അപ്പോൾ ഒക്കെ മോസ്റ്റ് സർപ്രൈസ് എന്തായാലും കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ സർപ്രൈസിലേക്ക് നമ്മൾ ഏതാണ്ട് ദൂരത്താനായിട്ടില്ല, പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ത്രില്ലാവുണ്ട് ഗായ്സ്. അപ്പം നമ്മളിവിടെ ഇറങ്ങുകയാണ്. കാരണം നമ്മുടെ ഫ്ലാറ്റിന് ഇച്ചിരി തിരക്കുണ്ട്. സാധനങ്ങൾ എടുത്തോട്ടോ. ഇത് മുട്ടയാണോ എണ്ണയാണോ? നമ്മൾ നമ്മുടെ സർപ്രൈസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചേട്ടന് കുട്ടികളെ എടുക്കാനുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ പിടിച്ചോളാം, സേഫാണ്. ഓ എൻ്റെ ദൈവമേ, ഷോപ്പറെല്ലാം എടുത്തോ? ഓ എന്നാ പിടിച്ചോ. അവര് വരുന്നില്ല. ഇതെന്താ? അതന്നെ അമ്മ ഗായ്സിനോട് നമ്മൾ സർപ്രൈസ് പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ ഭയങ്കര സന്തോഷമാണ്. ഗായ്സ് കേട്ടിട്ടൊന്നുമില്ല. പൂ പറിച്ചൊരു കോളാമ്പി ഈ വാഴയുടെ ചടനെ വെച്ചോട്ടെ. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇതാ സർപ്രൈസിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. ഇവിടെ തെപ്പിച്ച് അവരെ ഇരിക്കണേ. വാവ് മോസ്റ്റ്. അപ്പോൾ നോക്ക്, നമ്മളെ ഒരു കുഞ്ഞിക്കളി വിളിക്കുന്നുണ്ടേ. അപ്പം നമ്മളെവിടെയെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ നമ്മളിവിടെ ഒരു വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തിനാ വന്നെന്ന് ഗൈസ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലേ? ഒരു കാര്യത്തിനാണ് കേട്ടോ. ഇവിടെ ഒരുത്തൻ നമ്മളിരുന്ന് ഭയങ്കര വിളിക്കുന്നുണ്ടായിരുന്നേ. ഇതുണ്ടോ? ഓ വാവ്, ലവ് ബേർഡ് അല്ല, ഇതിൻ്റെ പേര് എനിക്ക് അറിയിച്ചില്ല കാഴ്ച. ഇതുണ്ടോ? എനിക്ക് ഇതിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബേർഡാണ് കേട്ടോ. കാരണം നമ്മൾ കടയിൽ പോകുമ്പോൾ എപ്പോഴും നമ്മളെ നോക്കി ചിരിച്ച് സംസാരിക്കാനുള്ളൊരു കിളിയാണ്. എന്നോടൊരു പട്ടിക്കുട്ടനെ അവിടെ കിടന്ന് കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തിനാ ഇവിടെ വന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മോസ്റ്റായിട്ട് നമ്മൾ പൂച്ചക്കുഞ്ഞിനെ വാങ്ങാൻ വന്നെയാണ്. മോസ്റ്റായിട്ട്. അപ്പോൾ നമ്മൾക്ക് പൂച്ചക്കുഞ്ഞിനെ ഇവിടുത്തെ ആൻറ്റി അങ്കിളൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളതിനെ വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ മോസ്റ്റ് പൂച്ചക്കുട്ടന്മാരെ നമുക്ക് വാങ്ങിയിട്ട് പോകണം. അപ്പോൾ നമ്മൾ അതിന് റെഡി ആയിട്ടിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ ഇവിടെ വേറൊരു എന്താ പറയുക, ഒരു മീനിൻ്റെ കുളമുണ്ട്. അപ്പോൾ നമുക്ക് മീൻ കുളത്തിലേക്ക് പോയി നോക്കട്ടോ. ആണോ? ദേ വാവ് ഗൈസ്, കുളവും മീനും കണ്ട് ഞാൻ ഫ്ലാറ്റ് ആവും ഗൈസ്. ഉണ്ടോ എത്ര മീനുകളാണ്. ഹായ്, നല്ല രസമേ. നോക്കമ്മ എല്ലാവരും ഓടി വരുന്നേ. നോക്ക് ഗായ്സ്, എല്ലാ മീൻകൂട്ടന്മാരും നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട് കേട്ടോ. കാണുന്നുണ്ടോ ഗായ്സ്? നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇല്ല, പായലില്ല അമ്മ. കണ്ടോ? ഇത് തേക്കിൻ്റെ കായൊക്കെ നമുക്ക് വീണ് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് മീൻ നമ്മൾ അന്ന് വന്നപ്പോൾ ഇവിടെ നമുക്ക് ഇരുട്ടായിരുന്നു. പക്ഷേ എങ്കിലും നമുക്ക് മീനെ പിടിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി മീനുകൾ ഇതിനകത്ത് കാണുന്നുണ്ട് കേട്ടോ. ഹായ്ഡാ, എന്ത് രസമുള്ള ഫിഷുകളല്ലേ. ശരിയാടാ. ഇത് ഗപ്പിയും പല ടൈപ്പ് മീനുകളുണ്ട്. താമ്പല എടുക്കാൻ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ലേ ഇത്? ഇതുപോലെ ആമ്പല എടുക്കാൻ പറ്റുള്ളൂ കുളത്തിലോ? ഇത് ഇങ്ങനെ ഇങ്ങോട്ടാണ് ഇങ്ങോട്ടല്ലേ നമ്മുടെ കുളം. പിന്നെ നമ്മുടെ കുളത്തിൽ പിന്നെ ഒരിക്കലും മീൻ ഇട്ടാൽ വാഴുമില്ല. എന്നാ കിള അത്.
അതിന് പായലുകൾ അത് തവളയാണ് കൂടുതൽ. അതെ അതെ. നമുക്ക് പൂച്ചക്കുട്ടന്മാരെ നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ. അതാ ചാടിപ്പോന്നു. പോയോ? നമ്മുടെ പോക്കിമോന് കൂട്ടായി ഗൈസ്. അടിപൊളി. നമ്മുടെ പോക്കിമോനെ പോലെ ഇടല്ലേ? ശരിക്കും പോക്കിമോനെ പോലെ ഉണ്ടല്ലേ? അടിപൊളി ഗായ്സ്, ക്യൂട്ട്. അപ്പൊ ഈ വീട്ടിൽ ഒരു പൂച്ചക്കുഞ്ഞുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിനെയും പോയി എടുക്കാന്ന് പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. അതെ അതെ, വിഷമായി പോലെ. അയ്യോ ദേ കരയുന്നുണ്ട് ഗായ്സ്. വില്ലന്മാരാണ് പോലെ. ടാറ്റാ ടാറ്റാ. ആ അതെയോ? ഇതാണ് എന്റെ കുടുംബം ആകൂലോ. അതന്നെ. അപ്പൊ നമ്മളങ്ങനെ പൂച്ചക്കുഞ്ഞിനെ മോസ്റ്റായിട്ട് വാങ്ങിയിട്ട് നമ്മൾ പോവാണ് ഗൈസ്. ലെറ്റ്സ് ഗോ. എല്ലാം എടുത്തില്ലേ? അപ്പൊ നമ്മളങ്ങനെ മോസ്റ്റായിട്ട് പോവാണ്. അപ്പോൾ വേറൊരു സ്ഥലത്ത് ഞാൻ പറഞ്ഞില്ലേ പൂച്ചക്കുഞ്ഞുണ്ടെന്ന്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കി നോക്കാം കേട്ടോ. എന്തായാലും മോസ്റ്റ് അതെ, ഇവരോട് എന്ന് പോലും പറയുന്നേ നാളെ വാങ്ങാം, മറ്റന്നാൾ വാങ്ങാം, പിന്നെ വാങ്ങാം, അപ്പോൾ വാങ്ങാം, അപ്പോൾ വാങ്ങാം. 3 കുഞ്ഞുങ്ങളെ തരാൻ തന്നെ. അപ്പോൾ ഇവിടെ അടുത്ത് അവർക്ക് ഒരാൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു ഗൈസേ. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചിലപ്പോൾ വൈകുന്നേരം ആവും, ചിലപ്പോൾ മഴയായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് വാങ്ങാൻ വരാനുള്ള ഇതുണ്ടായിരുന്നില്ല ഗൈസേ. പിന്നെ ഒന്നും നോക്കാതെയാണ് ഇന്ന് വന്നത്. പക്ഷെ 2 പേരായിപ്പോയി, സാരില്ല. അവർക്കിട്ട് തന്നെ നമുക്ക് വലിയ ഭാഗ്യമാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്ത വീട്ടിലേക്ക് പോവാണ് കേട്ടോ കുഞ്ഞുങ്ങളെ വാങ്ങാൻ. ഞങ്ങൾക്ക് പൂച്ചപ്രാന്ത് തന്നെ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസേ. നമ്മുടെ പൂച്ചേൻ്റെ ഡോക്ടർ വാവാറ്റയാണ്. ഡോക്ടർ ഞാനാണ്, നേഴ്സാണ് വാവാറ്റ. പട്ടിക്കുഞ്ഞുങ്ങളൊന്നും പിന്നെ എവിടെ കാണാറില്ല. അതന്നെ, പൂച്ചക്കുഞ്ഞുങ്ങളാണ് നമുക്ക്. അങ്ങനെ പുറം ഇന്ന് നല്ല രസമാവും, ഗ്രില്ലഡാവും. നമ്മളെ അവരെത്ര പ്രാവശ്യം വിളിച്ചതാണ്, നമ്മൾക്കാണ് ഓരോ ബിസ് കാരണം വരാൻ പറ്റാതെ. ഹലോ പ്ലേസ്. അതെ, നമ്മൾ പുല്ലിക്കറി നടക്കണേ, കാരണം വണ്ടികൾ തേരാപ്പാറ വന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും. ഇവിടെ മെയിൻ റോഡാണല്ലോ ഗൈസ്, അതുകൊണ്ട് ഇഷ്യൂ ഉണ്ട്. ബി സേഫ് ആയിരിക്കണം നമുക്ക്. വണ്ടിയൊക്കെ വരുന്ന വരവുണ്ടോ ഗൈസേ? എടാ ഈ പുല്ലിക്കറി നടന്നോട്ടോ, അതപ്പോൾ നന്നാവുക. അപ്പം നമുക്കിത് മോസ്റ്റായിട്ട് നടന്നു പോകാം. വാ, ഈ ചെമ്പരത്തി എന്ത് രസം നോക്ക് ഗൈസ് കാണാൻ. അതിൻ്റെ കളർ തന്നെ നല്ല വെറൈറ്റി ഉണ്ട്. ഒരുപാട് ചെമ്പരത്തി പൂക്കളുണ്ട് കേട്ടോ. ഹായ്, നല്ല രസമുണ്ട് നോക്ക് അല്ലേ? നല്ല നൈറ്റിൽ പറിച്ചിട്ട് നമുക്ക് പോകാമായിരുന്നു. അതല്ലേ, എടാ കൊപ്പിച്ചിലുണ്ടോ നോക്കണേ. അപ്പോൾ നമ്മൾ ആ വീട്ടിലേക്ക് നടന്നു പോകണത്. ഈ വീടിൻ്റെ എന്തൊക്കെ പരിപാടി, നമ്മുടെ ഹിറ്റാച്ചിയാണോ ഗൈസ്? ഇതാണ് നീലപ്പൂ ഉണ്ടാവുന്ന ഒരു ടൈപ്പ്, നമ്മുടെ കനകാമ്പരം പോലെയൊക്കെ തോന്നുന്നുണ്ട് അല്ലേ? പണ്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അടിപൊളിയാ. വീട് ഏതേ? ആനേനെ തൊട്ടിപ്പുറത്തുള്ള വീടല്ലേ? അപ്പൊ അത് ആ വീടാ. ആനേനെ തൊട്ടിപ്പുറത്തുള്ള വീട്. നമുക്ക് ചോദിച്ചു നോക്കാം. നമ്മുടെ ഭാഷ അറിയില്ലോ. അല്ല, പൂച്ചക്കുഞ്ഞിനെ തരാന് പറഞ്ഞ വീട് ഇത് ആണോ? അങ്ങനെ ചോദിച്ചാ പോരെ? അതെ അതെ, അവിടെ പൂച്ച കിടന്നുറങ്ങുന്നുണ്ട്. അപ്പൊ അതന്നെ. അല്ല പൊട്ടാതെ ഇവിടെ പൂച്ച കിടപ്പുണ്ട് കണ്ടോ? തൊട്ടിപ്പുറത്തെ വീട് തന്നെ. നമുക്ക് ചോദിച്ചു നോക്കാം. പൂച്ചക്കുഞ്ഞ് അതന്നെ. അമ്മപ്പൂച്ചയാണിത്. കുഞ്ഞിപ്പൂച്ച. പൂച്ചകളൊക്കെ വയസ്സ് അവിടെ ഉണ്ട്. അമ്മപ്പൂച്ച പ്രഗ്നന്റ് ആണ് വയസ്സ്. അവന് പേരുണ്ട്. അവന്മാരെ നമുക്ക് കൂട്ടിക്കൊണ്ട് പോകാം.
അപ്പോൾ അവന്മാരെ കൊണ്ടുപോകാനുള്ള ബോക്സ് ഇല്ല, അവരുടെ അവസ്ഥയായിപ്പോയി. അപ്പോൾ നമുക്കിനി ബോക്സ് കൊണ്ടുവന്നിട്ട് അവരെ വിളിച്ചിട്ട് വേണം നമുക്കിനി വരാൻ അല്ലേ. നമ്മൾ ചുറ്റിട്ട് കാണലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അറിയുന്നവരല്ലേ, വീഡിയോ കാണാറുണ്ട്. അതെ വീഡിയോ കാണാറുണ്ട്. നിലയും എന്തൊരു വെയിലല്ലേ നമുക്ക് ആ കുട പറഞ്ഞായിരുന്നില്ലേ കുട എടുക്കാൻ? എത്ര എടാ കുറച്ച് മുഖത്തിൽ താനാവുന്നില്ലല്ലോ, കുറച്ച് ഓടി വാ ചേച്ചി. നമ്മുടെ ആങ്കിളും ആൻറ്റിയും കുറേ കഥ പറഞ്ഞ് അല്ലേ കഥ പറഞ്ഞ് നിർത്തി കളഞ്ഞു. മോസ്റ്റ് കഥ പറഞ്ഞ് നമ്മളെ അവിടെ ഇതാക്കിട്ടോ. കുറേ കഥകൾ അവർ പറഞ്ഞു. അവരുടെ പൂച്ചേൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലേ കഴിച്ച്, നമ്മുടെ അതേ അവസ്ഥയായിരുന്നു. നമ്മുടെ പൂച്ചക്കുട്ടന്മാരുടെ കഥ നമ്മൾ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. വലിയൊരു ട്രാജഡിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കഴിച്ചേ. അതെന്തായാലും പറയൂ കേട്ടോ. മമ്മ എവിടെ ഇരുന്ന് മടുത്തോന്ന് നമുക്കറിയത്തില്ല, നമ്മളത് പ്രാകുന്നുണ്ടോ അറിയത്തില്ല. വണ്ടി വന്നില്ലല്ലോ എത്ര നേരം. ലേസ് ഹലോ ലേസ് എടാ വണ്ടി വരുന്നുണ്ട്, സൈഡിൽ നിൽക്കട്ടോ. ഇവിടെ ഭയങ്കര അപകടമാണ് കഴിച്ചേ. വണ്ടികൾ അത്രയും സൈഡിൽ ഇറങ്ങണം. അമ്മ നോവകള് 4 നോവ, കുറച്ച് നോവേൻ്റെ അത്ര ഉള്ളവരമ്മ 4 പേര്. തെമ്മാടിൻ്റെ എത്ര ഉണ്ടാവും അവർക്ക്? അവരോട് നല്ല ഇണക്കാ അവരെ. പക്ഷെ ബോക്സ് ഇല്ല അമ്മേ, ബോക്സ് ഇല്ല. നമ്മൾ എങ്ങനെ അവരെ പാക്ക് ചെയ്യും? അതിൻ്റെ അമ്മ പൂച്ചയാണെ പ്രഗ്നൻ്റാ. പാവം ചേച്ചി പൂച്ചേൻ്റെ കഥ പറച്ചിലാണ് ഞങ്ങളോട്. ചാടി പോകാൻ തുടങ്ങും. അതുകൊണ്ടോ ചാടുവന്ന് ചേട്ടൻ വരാത്ത മിനിങ്ങാന്നൊരു പൂച്ച ചത്തുന്നവരുടെ വണ്ടി ഇടിച്ചിട്ടമ്മ ഇവിടെ. എനിക്കറിയില്ല. അവര് ഇപ്പൊ കൊറേ ക്യാറ്റുണ്ടായിരുന്നു, 19 പൂച്ച ഉണ്ടെന്ന്. അസുഖം വന്ന് ചത്തുപോയി നമ്മേ. സുന്ദരൻ തന്നെ അമ്മേ കൂത്താക്കി. ഉണ്ടോ ചേട്ടൻ വന്നു പിടിക്കും. പാവ അവര് തല പറഞ്ഞു പോയി. എന്റെ ബുദ്ധി പച്ചക്കൊടയില്ലേ പൊട്ടനാണോ? നമ്മളങ്ങനെ കയറുവാണ്. അവന്മാരിറങ്ങി പോകുന്നു. എന്റെ അമ്മ അവരെ പിടിക്കാൻ ശ്രദ്ധിച്ചു പിടിക്കണേ. എന്നാ ഷാർപ്പ് ടൈമിങ് അല്ലേ പറ്റേ. നമ്മള് നോൺ ഡ്രൈവ് പോവാണ് അല്ലേ? നമ്മളങ്ങനെ സ്ഥലം എത്തിയിട്ടുണ്ട്. ഇവിടെ പോരട്ടോ. ഒരു കറവ് ഞാൻ എടുക്കണോ? ഓ തെമ്മൂട്ടി ഇവരെ അഴിച്ചു വിടണ്ടോ? വെട്ടല്ലോ ചേച്ചി. ഇവിടെ പുറത്തേക്ക് വലിച്ചുവിടണം. ഹലോ പ്ലീസ്. ഇടാൻ കൂടുവാനും അതിന്റെ ഇറങ്ങി ഓടുവേ. അങ്ങനത്തെ ജഗജില്ല ആൾക്കാരാ. അയ്യോ എന്റെ കുഞ്ഞുങ്ങള് എന്റെ ദൈവമേ കണ്ടോ? കണ്ട കുഞ്ഞേ മോശം എടുക്കട്ടോ ഞാന്. അച്ചോടാ മുമ്പ് പോയായിരുന്നെങ്കില് നീ എന്റെ ചുണ്ടെന്നെ മുറിഞ്ഞിരിക്കുന്നേ. അയ്യോ അതല്ല ചുമന്ന ചുണ്ടും ജിഞ്ചർ ക്യാറ്റാണ് വംശനാശം സംഭവിച്ചു. അവന്റെ അനിയന്മാരാന്ന് അംഗീകരിക്കില്ല. അതെ ഇതാരാണ്? ഞാനൊന്നും തൊടുന്നില്ലേ, എനിക്കൊന്നും അറിയില്ലേ.
ഞാനോ കാണുന്നില്ലേ? എനിക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ല അല്ലേ? ഗായ്സ് ആണ് നമ്മൾ മോസ്റ്റ് ആയിട്ടുള്ള സർപ്രൈസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന ഗായ്സ്. അപ്പോൾ നമ്മളിനി മോസ്റ്റ് ആയിട്ട് ഫുഡ് കഴിക്കാൻ പോകാൻ നല്ല വിശക്കുന്നുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. ഇനിയിപ്പോൾ ലഞ്ച് കഴിച്ചിട്ടില്ല. എൻ്റെ മുടിയൊക്കെ ആകെ നോക്കിയ ചപ്രയായിട്ടുണ്ട്. അപ്പോൾ പോയിട്ട് നല്ലോണം ഭക്ഷണമൊക്കെ കഴിക്കട്ടെ. അവന്മാർക്ക് ഫുഡ് കൊടുക്കണം. കുറേ പരിപാടിയുണ്ട്. എന്തായാലും പൂച്ചക്കുട്ടന്മാർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഗായ്സ്. അപ്പോൾ നമുക്ക് അടുത്ത സൂപ്പർ കൂൾ വ്ളോഗിലൂടെ വീണ്ടും കണ്ടുപിട്ട് എല്ലാവർക്കും ബൈ.